ഇവിടെ നമുക്ക് കമാൻഡ് എക്സിക്യൂഷൻ കാണാൻ പറ്റും. ഇപ്പോൾ എൻമാം സ്കാൻ നടത്തി അതിനകത്തുള്ള ഓപ്പൺ പോർട്ട്സ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ടൂൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്ത് പെൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ കാലിനെക്സിലെ ഡിഫറൻറ്റ് പെൻ ടെസ്റ്റിംഗ് ടൂൾസിൻ്റെ ആക്സസ് ക്ലൗഡ് എക്ക് കൊടുക്കാമെന്നും ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ പെൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാമെന്നും കൂടിയുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗിറ്റ്ഹബ് പേജിലേക്ക് വരിക. ഇവിടെ ഞാൻ ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പം ഇത് മെയിൻലി വർക്ക് ആവുന്നത് വിൻഡോസിലും മാക് ഓയിസിലും ആണ്. ഓക്കെ, ലിനക്സിൻ്റെ വെർഷൻ ഇതുവരെ ഞാൻ ഇറക്കിയിട്ടില്ല. ഓക്കെ, ആദ്യമേ തന്നെ നിങ്ങളുടെ വിൻഡോസോ മാക് ഓയിസോ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് എന്താണ് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടുത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഈസിയാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് ക്ലൗഡിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസിലും മാക് ഓയിസിലും അവൈലബിൾ ആണ്. അതും ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം മൂന്നാമത്തെ സാധനമാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഗിറ്റ് ക്ലോൺ അടിക്കാനായിട്ട് ഗിറ്റ് ക്ലോൺ വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂന്നെണ്ണം ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെപ്പ് 1 കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റാളേഷനിൽ. ആദ്യമേ തന്നെ ഈ ഗിറ്റ് ക്ലോൺ കമാൻഡ് ഫുള്ളി കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് CMD ഓപ്പൺ ചെയ്യുക. ഇഷ്ടമുള്ള ഒരു ഡയറക്ടറി വന്ന് നിൽക്കുക. ജസ്റ്റ് അവിടെ ചെന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഗിറ്റ് ക്ലോൺ ആയിക്കൊണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ മതി, ഗിറ്റ് ക്ലോൺ ആവും. ഓക്കെ, ഗിറ്റ് ക്ലോണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാലി MCP എന്ന് പറഞ്ഞ ഒരു കാലി MCP എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഇപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ടാക്കി. അതിൻ്റെ അകത്താണ് നമ്മുടെ കാലിയുടെ ഫുൾ സെറ്റപ്പ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ഫയൽസും ഡോക്കർ ഫയൽസും എല്ലാം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് ഓപ്പൺ കൊടുത്താൽ മതി, കുറച്ച് ടൈം എടുക്കും. ഒരു ഡോക്കർ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡോക്കറിൻ്റെ സെറ്റിംഗ്സ് ഐക്കണിൽ പോവുക. അവിടെ പോയതിന് ശേഷം ബേറ്റ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഈ എനേബിൾ ഡോക്കർ MCP ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ടിക്കഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇതില്ലാതെ നമ്മുടെ ഈ ഒരു ടൂൾ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അവിടെ അപ്ലൈ കൊടുത്തിന് അപ്ലൈ ആവും. ജസ്റ്റ് തിരിച്ച് നമ്മുടെ നോർമൽ ഇതിലേക്ക് വരിക. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ എൻഷുർ ചെയ്യുക, ഈ MCP ടൂൾ കിറ്റ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം MCP ടൂൾ കിറ്റിലേക്ക് വന്ന ശേഷം എന്താണ് ഇവിടെ ക്ലയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലൗഡ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. അവിടെ കണക്ട് എന്ന് പറഞ്ഞ് കിടക്കുക ഒരു ഓപ്ഷൻ കാണും. അതൊന്നും ജസ്റ്റ് ഇതേപോലെ കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്തിരിക്കണം. ഇത് ഉറപ്പ് വരുത്തണം. ഈ ഒരു ഓപ്ഷൻ വരുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക, മിനിമൈസ് ചെയ്ത് ഒന്ന് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പം ആ കാലി MCPയുടെ ആ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് വന്ന ശേഷം എന്താണ് ഈ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള കമാൻഡ് കോപ്പി ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് വരിക, CMDയിൽ വരിക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്കർ കണ്ടെയ്നർ ബിൽഡ് ആവും. ഓക്കെ, ഇതിന് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്യണം. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തത് ഓപ്ഷനിലാണ്. നമുക്ക് ഈ ഒരു സംഭവം കറക്റ്റ് റണ്ണിങ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഈ മൂന്നാമത്തേത്. നിങ്ങൾക്ക് ഇൻ കേസ് വല്ല എറേഴ്സും വരെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം ഈ ഒരു കമാൻഡ്. ഓക്കെ, അതിനുശേഷം അടുത്തതായിട്ട് എന്താ ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത സെറ്റപ്പാണ്. അതായത് ഡോക്കർ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് മറ്റത് എനേബിൾ ചെയ്യാം MCP ടൂൾ കിറ്റ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യണം. ക്ലൗഡ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലൗഡിൻ്റെ കൺഫിഗറേഷൻ ഫയലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇതേപോലെ കാലിയുടെ ഒരു ടൂൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും ഉപയോഗിക്കണമെന്ന്. ഓക്കെ, MCP വഴി. ഓക്കെ, MCP സെർവറാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺഫിഗറേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ വിൻഡോസിൽ വരെയാണെങ്കിൽ വിൻഡോസിൽ ഈ ഒരു പാത്തിലാണ് ഈ ഒരു കൺഫിഗറേഷൻ ഫയൽ കിടക്കുന്നത്. മാക് ഓയിസിലേക്ക് വരുമ്പം ഈ ഒരു പാത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൻഡോസിലുള്ളവർക്ക് ഈസി ആയിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് റൺ ഓപ്പൺ ചെയ്യുക, Windows+R, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓണായി വരും. ഓക്കെ, ഇനി ഇവിടെ ഇവിടെയാണ് ഈ ഒരു ഫയലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. ജസ്റ്റ് എന്താണ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുക. ഓക്കെ, നോട്ട് പാഡോ അല്ലെങ്കിൽ VS കോഡോ ഇഷ്ടമുള്ള കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് ആ കൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ MT ആയിരിക്കും, ചിലപ്പോൾ ചെറിയ കണ്ടന്റ് കാണും. ഓക്കെ, അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി അങ്ങ് സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസ് കൊടുത്ത് എറൈസ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ഓൾറെഡി അതിൻ്റെ കൺഫിഗറേഷൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഈ ഒരു കൺഫിഗറേഷൻ ഫുള്ളി കോപ്പി ചെയ്യുക. എന്നിട്ട്
ജസ്റ്റ് ആ ഒരു ഫയലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് Ctrl+S അടിച്ച് സേവ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. ഓക്കെ, Ctrl+S അടിച്ച് സേവ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ക്ലൗഡ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലൗഡ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ ചെന്നിട്ട് കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ കാലി ലോക്കൽ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിനർത്ഥം നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കാലി നെക്സ്റ്റിൻ്റെ ടൂൾസ് ഇതുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ള ജസ്റ്റ് പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ നമ്മൾ ടാർഗറ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അത് പോയി നമുക്ക് വേണ്ടി പെൻ ടെസ്റ്റ് ചെയ്യും. ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ് ഏതൊക്കെ കാലി നെക്സ്റ്റ് ടൂൾസാണ് അവൈലബിൾ എന്ന്. അപ്പോൾ കണ്ടില്ലേ, കമാൻഡ് റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കമാൻഡുകളാണ് റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റിസൾട്ട് കണ്ടോ, ഏതൊക്കെ ഉണ്ട്, പാക്കേജസ് ഉണ്ടെന്ന് നോക്കുന്നുണ്ട്, ഏതൊക്കെ കമാൻഡ്സ് ഉണ്ടെന്ന് കണ്ടില്ലേ നോക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ആക്സസ് തന്നിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ മെയിൻലി ഈ ടൂൾസാണ്. ഇതല്ലാതെയും കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു അറ്റാക്ക് കണക്ക് പെർഫോം ചെയ്യാം. അറ്റാക്ക് അല്ല, ജസ്റ്റ് ഒരു റെക്കഗ്നൈസൻസ് പോലെ. ഫോർ എക്സാമ്പിൾ nmap www.google.com. ഇവിടെ നമുക്ക് കമാൻഡ് എക്സിക്യൂഷൻ കാണാൻ പറ്റും. നിങ്ങളിത് ഫസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഇത് ആക്സസ് അലോ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു പ്രോംപ്റ്റ് വരും. അത് ജസ്റ്റ് അലോ ആക്സസ് കൊടുത്താൽ മതി. സോ ഇന്ന് ഞാൻ കുറേ നേരം യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പ്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് നോ പ്രോബ്ലം, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ താണ്ടേ നേരത്തെ കൊടുത്തതാണ്. അപ്പം ഇപ്പോൾ nmap സ്കാൻ നടത്തി അതിനകത്തുള്ള ഓപ്പൺ പോർട്സ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ടൂൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്ത് പെൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ബോക്സ് ഒക്കെ കിട്ടൂലേ നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട്, ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് എങ്ങനെ പെൻ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഫോളോ അപ്പ് ചോദിക്കാൻ പറ്റും. ഇതിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി കുറേ ഐഡിയാസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ടൂൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.